വെളിപാട് പുസ്തകത്തിലെ 11-ാമത്തെ അധ്യായം, വെളിപാട് 11:19 വചനം, ബുക്ക് ഓഫ് റെവലേഷൻ 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും കോശങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. 12:1 സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടം. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ 2 വലിയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം. ഒന്ന്, ദൈവമാതാവ് സ്വർഗാരൂപിതയായ ദിവസമാണ്. സഭ ഔദ്യോഗികമായി ആഗോള സഭ പ്രഖ്യാപിച്ചു ഒരു ദിവസമാണിത്. അവിടെ കൃത്യമായിട്ട് ഓഗസ്റ്റ് 15-ാം തീയതി മാതാവ് സ്വർഗത്തിൽ പോയെന്ന് അർത്ഥമല്ല. ഈ ഒരു ദിവസത്തെ അതിനുവേണ്ടി സഭ സമർപ്പിച്ചു. ഈ ലോകത്തിൽ നിന്നും പരിശുദ്ധ കന്യാമറിയം ശരീരത്തോട് എടുക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടവൾ, ഈ ഭൂമിയിലേക്ക് രക്ഷ നൽകാൻ വേണ്ടി കടന്നു വന്നവൾ, രക്ഷകനെ നൽകാൻ വേണ്ടി കടന്നു വന്നവൾ, ദൈവത്തിൻ്റെ വചനത്തെ തൻ്റെ ഉദരത്തിൽ മാംസം ധരിപ്പിച്ച് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പരിശുദ്ധനും ദൈവപുത്രനുമായി ലോകത്തിന് നൽകി. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ മഹത്വം അവിടെയാണ്. അവൾ വചനത്തെ മാംസം ധരിപ്പിച്ചു. ഈ വാർത്തയെ നമ്മുടെ വയറ്റിലെ പരിശുദ്ധ മറിയം നമ്മുടെ നമ്പിക്കനാൽ ഉരുവാക്കിനാർ. കടവുളിൻ തിരുക്കുമാരനൊക്കെ അവൾ ഉയിർ കൊടുത്ത വല്ലമേപ്പറ്റ സ്ത്രീ, പെൺ പരിശുദ്ധ മരിയാണ്. എൻ്റെ അമ്മാവിടെ തിരുവിളാങ്കെ നാം സന്തോഷമോടെ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മാവിടെ എല്ലാ ആശീർവാദങ്ങളും ഒவ்வொரு മക്കളുമേലും ഇറങ്ങുവതാകെ. ഒவ்வொரு മക്കളും പരിശുദ്ധ തൂയ മരിയാവിനാൽ ആശീർവദിക്കപ്പെടുവാകെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ലെ വചനം. നമുക്കെല്ലാം അറിയുന്ന വചനമാണ്. കർത്താവ് ദൈവം സർവ്വത്തോട് പറഞ്ഞ വചനമാണ്, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, നിന്റെ സന്തതിക്കും അവിടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉളവാക്കും. ഇത് പറഞ്ഞു, അവൾ നിന്റെ തല തകർക്കും. ആ ഉൽപ്പത്തി 3:15 പറഞ്ഞ വചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. വെളിപാട് 11:19 12:1 വചനം. 19 വചനം പറഞ്ഞതാണ്. 11:19 വചനം. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. എന്നിട്ട് പറയാം, അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും കോശങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. സ്വർഗത്തിലൊരു വലിയ അടയാളം കാണപ്പെടുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. ഈ തുറക്കപ്പെട്ട ആലയത്തിനുള്ളിൽ കാണപ്പെട്ടത് ദൈവത്തിൻ്റെ അവിടുത്തെ വാഗ്ദാന പേടകമാണ്. ഈ വാഗ്ദാന പേടകം എന്താണ് അവിടെ കണ്ടത് എന്നുള്ളതാണ് അടുത്ത 12:1 പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ കാണുകയാണ് സ്വർഗത്തിൽ വലിയ അടയാളം. ഒരു സ്ത്രീയെ കാണുകയാണ്. അവിടെ സൂര്യനെ ഉടയടയാക്കിയ ഒരു സ്ത്രീ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ, 12 നക്ഷത്ര കിരീടമായി ധരിച്ച ഒരു സ്ത്രീ, ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവന് വേണ്ടിയുള്ള ഉടമ്പടിയുടെ പേടകമാണവൾ. ആ ആലയം അത് മറയ്ക്കപ്പെട്ടിരുന്നു. തുറക്കപ്പെട്ടപ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി. ഇടിമിന്നലും മിന്നൽ പിണരുകളും മിന്നൽ പിണരുകളും കോശങ്ങളും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. പ്രപഞ്ചത്തിലും ആകാശത്തിലും ഭൂമിയുമെല്ലാം വലിയ പ്രകമ്പനം കൊണ്ടു. ലോകത്തിന് മറയ്ക്കപ്പെട്ടിരുന്ന ഈ വാഗ്ദാന പേടകമായ സ്ത്രീയെ വെളിപ്പെടുത്തിയപ്പോൾ അതിന് കാരണം, ഒന്ന്, പ്രപഞ്ചം സന്തോഷിച്ചു, ആത്മാക്കൾ ലോകം സന്തോഷിച്ചു, ശിഷ്ടപ്രപഞ്ചം സന്തോഷിച്ചു. 2, സാത്താൻ്റെ സാമ്രാജ്യങ്ങളുടെ തകർച്ച അവിടെ ആരംഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു. ശനിയുടെ ഉദരത്തിൽ ഗർഭം ധരിച്ച് ജ്ഞാനമായി വളർന്ന് ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ച് ജന്മം നൽകി കുരിശിലേറി മരിക്കുവാനുള്ള ആ പരിപൂർണ്ണ സമർപ്പണത്തിലേക്ക് പരിശുദ്ധ മറിയം യേശുവിനെ നയിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല പരിശുദ്ധ മറിയത്തിൻ്റെ 10 ാം യേശുവിന് വേണ്ടി കാത്തിരുന്നു. 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 10 ാം യേശുവിന്
ഇതാ യേശു വാഗ്ദാനം നൽകി, ഉന്നതത്തിലും ശക്തി ധരിക്കുന്ന നിങ്ങൾ നഗരം വിട്ടു പോകരുത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഭയജഗതരായിരുന്ന അപ്പോസ്തലന്മാരെ, ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി ഒന്നിച്ചു കൂട്ടി ശയനൂട്ടുശാലയിൽ 10 ദിവസങ്ങൾ വിശുദ്ധ മറിയത്തിന്റെ നേതൃത്വത്തിലാണ് അവർ പ്രാർത്ഥിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 14 വചനപ്രകാരം. അങ്ങനെ 10ാമത്തെ ദിവസം ഇതാ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അഗ്നി രൂപത്തിൽ ഇറങ്ങി വരും. അഗ്നി തീ നാവുകളായി ദൈവത്തിൻ്റെ ആത്മാവും ജ്ഞാനവും അവിടെ ഇറങ്ങി വന്നു അപ്പോസ്തലന്മാരുടെ മേൽ. അവരെല്ലാം ആത്മാവിൽ പൂരിതരായി. അവിടെയാണ് യേശുവിൻ്റെ ദൈവരാജ്യ സ്ഥാപനം അത് ഒരു പ്രകാശമായി, അതൊരു ഫലമായി അത് ലോകത്തിലേക്ക് പിന്നെ പുറപ്പെടുകയാണ് പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവ് വരുന്നവരെ അപ്പോസ്തലന്മാരെല്ലാം ഭയചകിതരായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അപ്പോസ്തലന്മാർ 1:8 പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞ്. യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസ് ഉൾപ്പെടെയുള്ള ഭയന്നുപോയ ഓരോ അപ്പോസ്തലന്മാരും ഒരൊറ്റ നിമിഷത്തിൽ അവരെല്ലാം ശക്തന്മാരും കരുത്തന്മാരും ധീരന്മാരുമായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എത്ര വലിയ മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. എത്ര വലിയ മാറ്റമാണ് സംഭവിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവരെല്ലാം കരുത്തന്മാരും ശക്തന്മാരുമായിട്ട് മാറി. അവരെല്ലാം ഭയങ്കരമായ സന്തോഷം, ആനന്ദമുള്ളവരായിട്ട് മാറി. അവരോട് തുള്ളിച്ചാടി. അവർ പല ഭാഷകൾ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവർ പല ഭാഷ സംസാരിക്കാൻ തുടങ്ങി. അവർ അത്രമാത്രം ലഹരി പിടിച്ചവരെ പോലെ അവരവിടെ പെരുമാറുകയാണ്. ആരെയും അവർ നോക്കിയില്ല. അപ്പോൾ അവിടെ വന്നുകൂടിയിരുന്ന 16 ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ അവരോട് ഓടിക്കൂടുകയാണ്. എന്താണ് ഈ ബഹളം ഇവിടെ? അവർ കാണുകയാണ് ഈ മനുഷ്യര്, യേശുവിന്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന ഈ മനുഷ്യര് ഇവർ സുബോധമില്ലാത്തവരെ പോലെ പെരുമാറുകയാണ്. അവർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു, എല്ലാം മറന്ന് അവിടെ ശ്രുതിക്കുന്നു, ആരാധിക്കുന്നു, തുള്ളിച്ചാടുന്നു, ഡാൻസ് ചെയ്യുന്നു. കണ്ടപ്പോൾ ലോകത്തിലെ മനുഷ്യർക്ക് എന്ത് തോന്നി? ഇത് പോയി. അപ്പൊ കുറെ പേര് പറഞ്ഞു, ഇത് ഇവര് മദ്യപിച്ചിരിക്കുന്നു, എല്ലാം മദ്യപിച്ചു, കുടിയന്മാരാണ്. ലോകത്തിന്റെ ഭാഷയും പറയുക. ഉടനെ പത്രോസ് എഴുന്നേറ്റ് നിന്നു, ധൈര്യം എഴുന്നേറ്റ് പറയുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവർ മദ്യപിച്ചവരല്ല. ഇത് കർത്താവിന്റെ വാഗ്ദാന പ്രകാരം അവിടെ നയിച്ച പരിശുദ്ധാത്മാവ് അയക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കുരിശിൽ തറച്ചു യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു. ആ യേശുവിന്റെ നാമത്തിൽ പിതാവ് അയച്ച പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ ഇവരിൽ വന്ന് നിറഞ്ഞ് ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് അവരെ ശക്തരാക്കി. പ്രിയപ്പെട്ടവരെ, അന്ന് ആ പെന്തക്കോസ്ത് ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വർഗ്ഗത്തിൽ ഇറക്കിക്കൊണ്ട് വന്നത് വിശുദ്ധ കന്യാമറിയമാണ് എന്ന് പറയുന്നത് 100% സത്യമാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനോട് വരാൻ, മനുഷ്യരിലേക്ക് വരാനുള്ള ഒന്ന് യേശു ക്രിസ്തു കൊടുക്കണമായിരുന്നു. യേശു ഉദ്ധാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഊതിക്കൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനെന്ന് പറഞ്ഞു. അവരെ അതിനുവേണ്ടി ഒരുക്കി അവിടുന്ന്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വന്നത് 10 ദിവസം അവർ പ്രാർത്ഥിച്ചു, ഒരു വചനം പഠിച്ചു, ധ്യാനിച്ച് 10 ദിവസക്കാലം അവിടെ എല്ലാം ദൈവമാതാവ് അവരെ നയിച്ചു. കാരണം ഒരേ ഒരു വ്യക്തി, പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരേ വ്യക്തി പരിശുദ്ധ കന്യാമറിയമായിരുന്നു. പക്ഷെ മറിയത്തിൻ്റെ ദൗത്യമായിരുന്നു സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനെ ഇറക്കിക്കൊണ്ട് വരിക എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മൾ ബാറൂക്ക് 3:9 നമ്മൾ വായിക്കുന്ന വചനമുണ്ട്, ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്നും ഭൂമിയിൽ താഴെ കൊണ്ടുവരുന്നത്? അത് ജ്ഞാനത്തെക്കുറിച്ച് ചോദ്യമാണ്. ജ്ഞാനത്തെ ആര് സ്വർഗത്തിൽ കയറി മേഘത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവാണ് മേഘം, അവിടുത്തോടുകൂടി ആയിരിക്കുന്ന ജ്ഞാനത്തെ ആര് സ്വർഗത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിക്കൊണ്ടുവരും? ഉത്തരമില്ലാതൊരു ചോദ്യമായിരുന്നു അത്. പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടായി സ്പിഡിൻ ജീസസിലൂടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷേകം, സ്പിഡിൻ്റെ അഭിഷേകം ഏതാണ്ട് 20-25 വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ അനേകം മക്കളെ അവിടുന്ന് ഒരുക്കി വിശുദ്ധീകരിച്ച് ഒരു വിശ്വ സമൂഹത്തെ വളർത്തിയെടുത്തു. അതിനുശേഷമാണ് ഉന്നതത്തിലായിരുന്ന ജ്ഞാനത്തെ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ട് വന്നത്. അത് ചെയ്ത് അഭിഷേകത്തിൻ്റെ പ്രവൃത്തിയാണ്. യേശുവിൻ്റെ ആത്മാവ് അഭിഷേകം, യേശുവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ജ്ഞാനത്തെ ഈ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ട് വന്നു എന്നുള്ളത്. നമ്മളിന്നായിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ മണ്ണിലാണ്, ജ്ഞാനത്തിൻ്റെ ഭവനത്തിലാണ്. ഹല്ലേലൂയ. ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത, ലോകത്തിന് കൊടുക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വലിയ നിധിയുടെ കാവൽക്കാരായി, സംരക്ഷകരായി, ഉടമകളായി ദൈവം വിളിച്ചത് നമ്മളെയാണ്. പ്രിയപ്പെട്ടവരെ, സ്പിഡിസിന്റെ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അതുപോലെ തന്നെ അന്ന് ഇന്ന് ഈ തലമുറയിൽ അഭിഷേകം പ്രവൃത്തി ചെയ്തെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ കന്യാമറിയം, ജ്ഞാനമായ പരിശുദ്ധ കന്യാമറിയമാണ്
പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ മേൽ പകരുവാൻ ഇടയാക്കിയത്. ഹല്ലേലൂയ. അവരിലൂടെയാണ് പിന്നീട് അത് ലോകം മുഴുവൻ സകല മനുഷ്യരിലേക്കും പകരപ്പെട്ടത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ഒരു സ്ത്രീ തൻ്റെ പദ്ധതിയെല്ലാം പൂർത്തിയാക്കി. അതിനുശേഷം ദൈവം അവളെ തിരിച്ചു വിളിക്കുകയാണ് സ്വർഗത്തിലേക്ക്. മരിക്കാത്തവളായി, ശരീരത്തോടുകൂടി രൂപാന്തരപ്പെട്ടവളായി, സ്വർഗീയ ശരീരം പുലുകിയവളായി വിശുദ്ധ കന്യാമറിയം ദൈവദൂതന്മാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഇവിടെ ലോകം മുഴുവനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിൽ അധ്യായം 12 നമ്മളിതിനെക്കുറിച്ച് വായിക്കുന്നൊരു വചനമുണ്ട്. വെളിപാട് 12:14 വചനം. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകന് 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവളോട് സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. പുരാന സർപ്പം ഭൂമിയിലേക്ക് എറിയപ്പെട്ടു. ഭൂമിയിലേക്ക് എറിയപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുമ്പത്തെ വചനം പറഞ്ഞിരിക്കുകയാണ്, 13 വചനം. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച സർപ്പം പുറപ്പെട്ടു. പുരാന സർപ്പം പ്രതികാരം പൂണ്ടവനായി സ്ത്രീക്കെതിരെ പുറപ്പെടുകയാണ്. കാരണം അവന് യേശുവിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിശാചിന്റെ ആധിപത്യങ്ങൾ യേശു തകർത്തു. അവൻ്റെ നരകത്തിൻ്റെ മേലുള്ള ആധിപത്യത്തെ തകർത്തു. ഭൂമിയിലെ ആധിപത്യം തകർത്തു. സ്വർഗത്തിലെ ആധിപത്യം തകർത്തു. സ്വർഗത്തിലെ ആധിപത്യം, സ്വർഗത്തിൽ അവൻ അവകാശം പറഞ്ഞു. 3-ാം സ്വർഗത്തിന് മേൽ. അത് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് 12:7 വചനം. അനന്തരം സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായതോടെ സ്വർഗത്തിൽ അവർക്കിടമില്ലാതായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരം വിളിച്ചു പറഞ്ഞ് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷേകത്തിൻ്റെ അധികാരവും ആഗതമായിരിക്കും. എന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദിവസം വശം അവരെ പടിപറയും ചെയ്യുന്നവൻ വലിച്ചെറിയപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിലുണ്ടായിരുന്ന അവൻ്റെ അവകാശവാദത്തെ യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെ, യേശുവിൻ്റെ മഹത്വീകരണത്തിലൂടെ ദൈവം തകർക്കുകയാണ്. നരകത്തിന് മേൽ മാത്രമല്ല, ഭൂമിയുടെ മേലെ, നരകത്തിന് മേലെ, സമുദ്രത്തിന് മേലെ, സ്വർഗത്തിൻ്റെ മേലുണ്ടായിരുന്ന അവൻ്റെ എല്ലാ സ്വാധീനങ്ങളും തകർക്കപ്പെട്ടു. അതാണ് ഇവിടെ 9 വചനം, വെളിപാട് 12:9 വചനം പറഞ്ഞത്. അത് യേശു പറഞ്ഞ ലൂക്ക 10:18 വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ശിഷ്യന്മാരെ പല സ്ഥലത്ത് പോയി, 72 പേര് പോയി രോഗികളെ സുഖപ്പെടുത്തി, പിശാചുകളെ പുറത്താക്കി. അവർ വന്നിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കണ്ടു പിശാചുകൾ പോലും കീഴ്പ്പെടുന്നു. ഈശോ പറഞ്ഞ വചനമാണ്, സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. സംഭവിക്കാമെന്നൊരു കാര്യം അവിടുന്ന് മുൻകൂട്ടി പ്രവചിച്ചു. സാത്താൻ സ്വർഗത്തിൽ നിന്നാ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. അത് സംഭവിച്ചത് യേശുവിൻ്റെ മഹത്വീകരണത്തിന് ശേഷമാണ്. കുരിശിൽ മരിച്ച് നരകത്തിലേക്ക് ഇറങ്ങി സാത്താൻ്റെ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം തകർത്ത് നഷ്ടപ്പെട്ട് കിടന്ന കോടിക്കണക്കിന് ആത്മാക്കൾക്ക് രക്ഷയുടെ കവാടം തുറന്നു കൊടുത്ത് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മരിച്ചിട്ട് ആദ്യഫലമായി യേശു ഉത്ഥാനം ചെയ്തു. അവിടുന്ന് 40 ദിവസം വീണ്ടും ഭൂമിയിൽ തൻ്റെ അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ 15 പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം 500-ലധികം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു ഒറ്റ സമയത്ത്. അങ്ങനെ അനേകം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. ശേഷമാണ് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയത്, പിതാവിൻ്റെ വലുതാ ഭൂഷണായത്. അങ്ങനെ യേശു ഭൂഷണായി കഴിഞ്ഞപ്പോഴാണ് ഒരു യുദ്ധം ഉണ്ടാവുകയാണ് സ്വർഗത്തിൽ. മിഖായേലും ദൂതന്മാരും സർപ്പത്തോടും അവൻ കൊള്ളയടിച്ച ദൂതന്മാരോടും പോരടിക്കുകയാണ്. ആ യുദ്ധത്തിൽ മിഖായേൽ ദൂതനും സൈന്യവും സാത്താനെ പരാജയപ്പെടുത്തി, സർപ്പത്തെ പരാജയപ്പെടുത്തി, ദൂതന്മാരെ പരാജയപ്പെടുത്തി. അവരെല്ലാം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഭൂമിയിലേക്ക് എറിയപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാത്താൻ്റെ പ്രതികാരം സ്ത്രീക്കെതിരെയായി. അതാണ് വചനം പറഞ്ഞത്, 12:13 വചനം പറഞ്ഞ വെളിപാട്. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടത് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. ആ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകൻ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവളുടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. അവൾ പരിശുദ്ധ അമ്മയെ ദൈവപ്രത്യേക സമയത്തേക്ക് ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോയി. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൾക്ക് ആ സ്ത്രീക്ക് വൻകഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. അവൾ പറന്നുപോയെന്ന അർത്ഥമല്ലത്. വൻകഴുകൻ്റെ ചിറകുകൾ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമാണ്.
പുറപ്പാട് 19 വായിക്കുന്നു, കർത്താവ് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങളെ ഈജിപ്റ്റ് നാട്ടിൽ നിന്നും നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത് കഴുകൻ്റെ ചിറകുകളിലാണ്. അവിടെ ഒരു കഴുകനും പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ദൈവം പറയുകയാണ്, അങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്തത്. എൻ്റെ അർത്ഥം ഇതാണ്, കർത്താവ് ദൈവമാണ്. അവരെ വലിയ സംരക്ഷണം കൊടുത്തു. ഇവിടെ സ്ത്രീക്ക് അതിന് പറഞ്ഞിരിക്കുകയാണ്, അവൾ സംരക്ഷിക്കപ്പെട്ടു. ദൈവമായ കർത്താവ് അവളെ മരുഭൂമി, തൻ്റെ സങ്കേതമായ മരുഭൂമി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലെ മരുഭൂമിയെ കുറിച്ചല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടത്തേക്ക് യേശു 40 ദിവസം മരുഭൂമിയിലായിരുന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിശാചുമായുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിലായിരുന്നപ്പോൾ അവരെ തീറ്റുപോയ കർത്താവ് ദൈവമാണ്. മോശ 40 ദിവസം മരുഭൂമിയിൽ 2 പ്രാവശ്യം അവിടെയും പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഈ മരുഭൂമി അനുഭവം എന്ന് പറയും, ഇവർക്കെല്ലാം വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യ സംരക്ഷണവുമാണ്. സ്ത്രീയായ പരിശുദ്ധ മറിയത്തെ കർത്താവ് ദൈവം ആ സ്വർഗീയയിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു പ്രത്യേക സമയം വരെ കാത്തു സൂക്ഷിക്കപ്പെട്ടു. ആ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ പരിശുദ്ധ മറിയത്തെ മഹത്വപൂർണ്ണയായ കർത്താവ് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ നാനായിടങ്ങളിൽ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തൻ്റെ പദ്ധതികളെ പൂർത്തീകരിക്കാൻ വേണ്ടി വിശുദ്ധമായ ജ്ഞാനം വീണ്ടും ഇന്ന് ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ, അനേക ഭൂഖണ്ഡങ്ങളിൽ, ദേശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, നേരിട്ട് മനുഷ്യർക്ക് വെളിപ്പെട്ടുകൊണ്ട്, തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഇന്ന് പരിശുദ്ധ മറിയ ലോകമെല്ലാം ഓടി നടക്കുകയാണ്. ഇവിടെയും ഈ മണ്ണിലും, ഈ ജ്ഞാനം വേർപിടിച്ച മണ്ണിൽ ഇന്ന് നമ്മുടെ ആയിരിക്കുന്നത് നമുക്കെക്കുറിച്ച് ബോധ്യമുള്ള അറിവുള്ളത് കൊണ്ടാണ്. പരിശുദ്ധ മറിയ എത്രമാത്രം ഈ തലമുറയിൽ മഹത്വപ്പെടണം, എത്രമാത്രം പരിശുദ്ധ അമ്മയ്ക്ക് മഹത്വം ഉണ്ടാകണം. കാരണം ഈശോ പറഞ്ഞൊരു വചനം, ഈ വചനമുണ്ട്, ബൈബിളിലെ വചനം, സങ്കീർത്തനം 111 വചനം പൂർത്തിയാകണം, അല്ലെങ്കിൽ എബ്രായ 1:13 വചനം പൂർത്തിയാകണം. അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. സങ്കീർത്തനം 110:1 വചനമാണ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നിന്റെ വലതുഭാഗത്തിരിക്കണം. ഇത് കർത്താവ്, ദാവീദ് പറയാണ്, കർത്താവ് എൻ്റെ കർത്താവിനെ അരുളി ചെയ്തു. കർത്താവ് എൻ്റെ കർത്താവിനെ അരുളി ചെയ്തു. ആരാണ് ഈ കർത്താവും എൻ്റെ കർത്താവും? പിതാവായ ദൈവം തൻ്റെ കർത്താവ് യേശുവിനോട് അരുളി ചെയ്തു. അങ്ങനെയാണ് അർത്ഥം വരേണ്ടത്. പിതാവ് പുത്രനോട് അരുളി ചെയ്യുകയാണ്, കർത്താവ് എൻ്റെ കർത്താവിനെ അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുമ്പോഴും നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ഞാൻ നിന്റെ ശത്രുക്കളെ, എന്നിട്ട് പറഞ്ഞ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുമ്പോഴും നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപഭൂഷനാണ്. ആ യേശുവിനോട് പിതാവ് പറയുകയാണ്, നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കോളൂ എന്നാണ് പറഞ്ഞു. നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കോളൂ, നീ എൻ്റെ വലതുഭാഗത്തിരിക്കണം. അപ്പോൾ യേശു ലോകത്തിൽ വന്ന് കുരിശിൽ മരിച്ച് പിശാചിനെ നശിപ്പിച്ചില്ല. അവൻ തകർത്തത് സാത്താൻ്റെ അധികാരത്തെ, ആധിപത്യങ്ങളെ. ആദത്തിലൂടെ പിശാച് കവർന്നെടുത്ത് എല്ലാം നഷ്ടപ്പെടുത്തിയ അധികാരങ്ങളെ യേശു തിരിച്ചെടുത്തു. 28:18 ഈശോ അരുളി ചെയ്യുകയാണ്, ഇതാ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആദം നഷ്ടപ്പെടുത്തിയ, അവ നഷ്ടപ്പെടുത്തിയ എല്ലാ അധികാരങ്ങളെ ഇതിന് കുരിശുമരണം യേശു തിരിച്ചു പിടിച്ചു. അതിനുശേഷം യേശു സ്വർഗത്തിലേക്ക് പോയി. അവിടെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപഭൂഷനായി. ഈശോയുടെ പിതാവ് പറയുന്നത്, നീ എൻ്റെ വലതുഭാഗത്ത് ഉപഭൂഷനാകണം, നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കും. അപ്പോൾ ശത്രുക്കൾ പാദപീഠമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ശത്രുക്കളെല്ലാം കീഴടങ്ങിയിട്ടില്ല. അപ്പോൾ സ്വർഗത്തിൽ യേശുവിൻ പിതാവിൻ്റെ വലതുഭാഗത്തായിരിക്കുന്ന യേശു അവിടെ ആയിരുന്നു. എങ്ങനെയാണ് ഈ ശത്രുക്കളെ പാദപീഠമാക്കുക? അപ്പോൾ അവിടെ പിതാവിന് വരെ വലിയൊരു പദ്ധതിയുണ്ട്. യേശു എല്ലാത്തിനെയും തകർത്തു. അധികാരം ആധിപത്യമെല്ലാം യേശു തകർത്തു. ഇതാ അതിനുശേഷം പിതാവ് സ്ത്രീയെ അയക്കുകയാണ്. ഉൽപ്പത്തി 3:15 വചനപ്രകാരം അവൾ നിന്റെ തല തുറക്കുന്ന വചനം പൂർത്തീകരിക്കപ്പെടണം. സ്ത്രീയിലൂടെ, സ്ത്രീ അപേക്ഷ കന്യാമരത്തിലൂടെ ലോകത്തിൻ്റെ നാനാ ഇടങ്ങളിൽ ഈ വചനം അംശം ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നഷ്ടപ്പെട്ട് കിടന്ന കോടിക്കണക്ക് ആത്മാക്കളെ പരിശുദ്ധ കന്യാമരത്തിലൂടെ പിതാവ് ദൈവം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. നമുക്ക് നൽകപ്പെട്ട അഭിഷേകത്തിൽ നമ്മൾ വ്യക്തമായി അറിയുകയാണത്. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിലൂടെ നഷ്ടപ്പെട്ട് കിടക്കുന്ന എത്രയോ കോടിക്കണക്ക് ആത്മാക്കളാണ് ഈ കാലങ്ങളിൽ പിതാവ് ദൈവം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വശം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നവരല്ലേ? നിങ്ങൾ അറിയുന്നവരല്ലേ?
നിങ്ങൾ അനുഭവിക്കുന്നവരല്ലേ അത്. പക്ഷെ ഇതൊന്നും അറിയാത്ത ലോകം നമ്മുടെ ചുറ്റിലും ഉണ്ടെന്ന് അറിയണം. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത, ഗ്രഹിക്കാൻ പറ്റാത്ത ലോകം നമ്മുടെ വളരെ അടുത്തുണ്ട്. നമ്മുടെ ചേർന്ന് നിൽക്കുന്നവരോട് ഇതൊന്നും മനസ്സിലാക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഒരു വശത്ത് നമ്മളിതെല്ലാം വിശ്വസിക്കുന്നു, നമ്മൾ ഈ ധൈര്യത്തിൽ മുന്നോട്ട് പോകുന്നു. നമ്മുടെ ധൈര്യം എന്താണ്? ഇതെല്ലാം സത്യമാണ്. ഹല്ലേലൂയ. ഇതെല്ലാം സത്യമാണ്, നമുക്കറിയാം, നമ്മൾ അറിയാണ് ഇതെല്ലാം സത്യമാണ്, ഇതിനൊന്നും ഒരു സംശയമില്ല. ഇന്നലെ രാത്രിയിൽ അതൊരു 11 മണിയായപ്പം ഞാൻ ഇസ്രായേലിലെ ഗ്രൂപ്പുമായിട്ട് ഒരു പ്രാർത്ഥന പറഞ്ഞിരുന്നത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ രാത്രി അവർ വിളിച്ചു. ആ ഗ്രൂപ്പിന് ഞാൻ അല്പസമയം പ്രാർത്ഥിക്കാം. ഞാൻ ആ സമയം ആ പ്രാർത്ഥന ഞാൻ ഈ കേരളത്തിലെ ഒരാളെ ആഡ് ചെയ്തു. ഒരു രോഗിയായ ഒരു വ്യക്തി കഴിഞ്ഞ 10-20 ദിവസമായിട്ട് ആശുപത്രിയിലാണ്. നമ്മുടെ ആ മേരിക്കുഞ്ഞിനെക്കുറിച്ചല്ല, ആ കുഞ്ഞിനെക്കുറിച്ചല്ല, വേറൊരു വ്യക്തിയാണ്, പേര് ഞാൻ പറയുന്നില്ല. ആൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, ശരീരത്തിലൊരു സൂചി കുത്താൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബസ്സേ വരുന്നുണ്ട്. എൻ്റെ നില ഇതൊരു ശോചനീയമാണ്, എനിക്കൊണ്ട് എന്നെക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ധ്യാനങ്ങളായിരുന്നു. അതിനുശേഷം കുറേയേറെ തിരക്കിൽ വിട്ടുപോയി, ഫ്രീ ആയിരുന്നില്ല. കാരണം എന്തൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ ഇരുന്ന് അഭിഷേകത്തിൽ വേണം പ്രാർത്ഥിക്കാനായിട്ട്. രാത്രി 12 മണിയായപ്പോൾ ഞാൻ ആളെ വീണ്ടും വിളിച്ചു. എനിക്കറിയാം ആൾ ഉറങ്ങിക്കാണ്, കാരണം രോഗാവസ്ഥയിൽ കിടക്കുകയാണ്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കിടക്കുന്നത്. എനിക്ക് അന്നും മെസ്സേജ് വന്നു, ആളുടെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ബെല്ലടിച്ച് ആളെടുത്തു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോൾ? എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, ശക്തമായ ഛർദിലും ലൂസ് മോഷനുമാണ്, ഒരു മരുന്ന് ശരീരത്തിൽ കേൾക്കില്ല, ഡോക്ടർമാർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ വേദനയെല്ലാം കേട്ടപ്പോൾ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. ഞാൻ എൻ്റെ മനസ്സിൽ പറയും, കർത്താവേ, ഇനി എനിക്ക് മാറ്റിവെക്കാൻ പറ്റില്ല, ഇന്ന് വിളി സൗഖ്യം പ്രാപിക്കണം. അരമണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചു, വലിയ മാറ്റമൊന്നും വന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് ജപമാല ചൊല്ലാൻ ആരംഭിച്ചു. ഫോണിലൂടെ തന്നെ പ്രാർത്ഥിക്കാൻ ജപമാല ചൊല്ലിക്കൊണ്ട് മറുവശത്ത് ആ വ്യക്തിയോടും മറുപടി ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജപമാലയുടെ 4ാമത്തെ ദിവസം ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റിരുന്നു. 5ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നു. ഓരോ ചൂട് വയ്ക്കാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റിനുള്ളിൽ ആൾ മുഴുവൻ ഫ്രീ ആയി. ഫ്രീ ആയതിനു ശേഷം എന്നോട് പറഞ്ഞു, എനിക്ക് നടുവിന് വേദനയുണ്ട്, ഞാൻ കട്ടിൽ നിന്ന് ഇരുന്നോളാൻ പറഞ്ഞു. എൻ്റെ പ്രാർത്ഥന അവസാനിക്കാറായി. ഞാൻ കട്ടിലിരിക്കുമ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥന സമയത്ത് വളരെ പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു. വലിയ ശബ്ദം കേൾക്കാം, എന്തോ വലിയ വീണതുപോലെ. എന്തു പറ്റി? ആൾക്ക് ശബ്ദം ഭയങ്കര ശ്വാസം എടുക്കുന്ന സൗണ്ട് മാത്രമേ കേൾക്കാനുള്ളൂ. ഫോൺ കയ്യിലുണ്ട്, ആൾ കഥയ്ക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു. കാരണം എനിക്ക് മനസ്സിലായി കർത്താവ് തൊട്ടിട്ടുണ്ട് അവിടെ. കുറച്ച് കഴിയുമ്പോൾ ആ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, കട്ടിലിരുന്ന് എന്നെ ഞാൻ തെറിച്ചു പോയി. കട്ടിൽ നിന്ന് ഒരു മിന്നൽപ്പട എന്നെ പതിച്ചു. എൻ്റെ ശരീരമെല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ കരം ആ വ്യക്തിയെ തൊട്ടത്, ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസം. ഇവിടെ ആരോ പറഞ്ഞു അത് സത്യമാണെന്ന അറിവ്. ആ അറിവുള്ളത് കൊണ്ടാണ്. ഇല്ല കർത്താവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്, അങ്ങയുടെ മക്കൾ ആരും ഇങ്ങനെ പീഡിപ്പിക്കാൻ അങ്ങ് വിട്ടുകൊടുക്കില്ല. അങ്ങേക്കൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിൻ്റെ പദ്ധതി അല്ലാതെ പരിപൂർണമായ സൗഖ്യം. അവർ 100% സൗഖ്യം കൊടുത്താണ് അതിനുശേഷം ഞാൻ കിടന്നുറങ്ങിയത്. കാരണം അതെൻ്റെ അതൊരു സത്യമാണെന്ന് അറിവാണ്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. അവിടത്തേക്കൊന്നും അസാധ്യമല്ല. എല്ലാം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അവിടുത്തെ മുമ്പിൽ ചോദിച്ചാൽ അവിടെ എന്തും ചെയ്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കൈവിട്ട് തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നതുമേ നന്ദി, സ്തോത്രം, അങ്ങേക്കും മഹത്വം, ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടവളെ സ്വർഗത്തിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുപോയി. വീണ്ടും സമയത്തിൻ്റെ തികവിൽ അവളെ ദൈവം വീണ്ടും ഭൂമിയിലേക്ക് അയച്ചു. ഈ വചനത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി 110:1 വചനം, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ഇതാ സ്ത്രീയിലൂടെ എൻ്റെ സൃഷ്ടിയായ സ്ത്രീയിലൂടെ ഞാൻ അവൻ്റെ തലയെ തകർക്കും. ഞാൻ സാത്താൻ്റെ സാമ്രാജ്യങ്ങളെ തകർക്കും. നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കും. എല്ലാ ശത്രുക്കളും നിനക്ക് കീഴടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാൻ, അഭിമാനിക്കാൻ പ്രിയപ്പെട്ടവരെ. ഈ കഴിഞ്ഞുപോയ 40 മാസക്കാലം
നമ്മൾ നടത്തിയ ജപമാല റാലികളെല്ലാം നമുക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറി. ആരെല്ലാം അതിൽ പങ്കെടുത്ത് സഹകരിച്ചുവോ അതെല്ലാം വലിയ അനുഗ്രഹത്തിന് കാരണങ്ങളായിട്ട് മാറി. ഞാൻ കഴിഞ്ഞ ഏതോ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഈ കഴിഞ്ഞ മാസം സംഭവിച്ച ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഒരു അരമണിക്കൂർ പ്രാർത്ഥനയിലാണ് ആ യുദ്ധത്തെ പിടിച്ചു കെട്ടിയത്. അത് ഫോണിലൂടെ നടത്തിയൊരു പ്രാർത്ഥന. ഈ കൂട്ടായ്മയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഏതാനും വ്യക്തികൾ 8-9 പേരൊരു ഗ്രൂപ്പിൽ അന്ന് യു കെയിൽ വെച്ച് ഞങ്ങൾ പിറ്റേ ദിവസം യു കെയിൽ നിന്നും യു എയിലേക്ക് പറക്കേണ്ടവരാണ്. യു എയിൽ ശുശ്രൂഷയുണ്ട് ദുബായിൽ, അതിന് കടന്നു പോകണം. പക്ഷെ മനസ്സിലായി, പിശാച് എല്ലാ എയർ ട്രാഫിക്കുകളും ബ്ലോക്കാക്കി, എല്ലാ വിമാനങ്ങളും റദ്ദ് ചെയ്തു. അവിടുന്ന് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. അങ്ങനെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ ടിക്കറ്റ് ക്യാൻസലാകും. ദുബായിലെ ശുശ്രൂഷ നടത്താൻ പറ്റില്ല. അത് നടത്തേണ്ടത് ലോകസമാധാനം ആവശ്യമായിരുന്നു. കാരണം ഇറാൻ്റെ മേലുള്ള ആധിപത്യം തകർക്കപ്പെടണമെങ്കിൽ ഒരു ശുശ്രൂഷ നടത്തപ്പെടണമായിരുന്നു. അന്ന് രാത്രി 10 മണി UK സമയം 10 മണിക്ക്, കേരളത്തിൽ 2:30 മണി സമയം രാവിലെ ഞാൻ ഫോൺ ബെല്ലടിക്കുന്നു. 3 പേര് കേരളത്തിൽ 3 പേരെടുത്തു, ബാക്കി 5 പേര് ആ രാത്രി പ്രാർത്ഥിച്ചു. ഈ യുദ്ധത്തെ ബന്ധിച്ചുകൊണ്ടാണ്. ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത്. ഇറാൻ ഖത്തറിനെ ആക്രമിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലമായ ഒരു ലോകമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളും ഉരുവാക്കപ്പെട്ടിരിക്കുന്നു. റഷ്യ ഇറാൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് അമേരിക്കയ്ക്കെതിരായി നിൽക്കുന്നു. വലിയ യുദ്ധത്തിലേക്ക് കടന്നു പോകാൻ പോകുന്നു. സംഭവിക്കരുത് ദൈവമേ. പ്രധാന അഭിഷേകത്തിന് അധികാരമുണ്ട് ആത്മാക്കളെ ബന്ധിക്കാൻ. ആയതിനാൽ പരിശുദ്ധ കന്യാമറിയം ഫാത്തിമയിൽ പറഞ്ഞ ആത്മാക്കൾ രക്ഷപ്പെട്ടാൽ യുദ്ധം അവസാനിക്കുമെന്നുള്ള അവിടുത്തെ വലിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സകല ആത്മാക്കളെയും ബന്ധിച്ചുള്ള പ്രാർത്ഥിച്ചു. അരമണിക്കൂർ പ്രാർത്ഥന. അതിനുശേഷം എല്ലാവരും പറഞ്ഞു വലിയ സമാധാനം അനുഭവിക്കുന്നു. പ്രാർത്ഥന നിർത്തി കിടന്നുറങ്ങി. രാവിലെ 7 മണിക്ക് എയർപോർട്ടിലെത്തണം. ന്യൂസ് നോക്കുകയാണ് മൊബൈലിൽ, എന്തായി യുദ്ധം. അവിടെ കണ്ട വാർത്തയാണ്, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, യുദ്ധം അവസാനിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വലിയ വീര്യപ്രവൃത്തി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വീര്യപ്രവൃത്തി ഇവിടെ എല്ലാം നിൽക്കുന്നത് ഈ 131 വചനമാണ്, അതിൻ്റെ പൂർത്തീകരണമാണ്. ശത്രുക്കളെ പാതവിടുമാക്കിയാണ് പരിശുദ്ധ കന്യാമറിയത്തിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളായിരിക്കുന്ന യുദ്ധരംഗത്ത് നമുക്ക് സന്തോഷിക്കാം. ഇതിൻ്റെ എല്ലാം ബലത്തിന് കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ നടത്തിയ ഓരോ റാലികളാണ്. ഇവിടെ നടത്തപ്പെട്ട റാലികൾ, കേരളത്തിൻ്റെ ഫലഭാഗത്ത്, ഇന്ത്യയുടെ ഫലഭാഗത്ത്, ലോകത്തിൻ്റെ ഫലഭാഗത്ത് നടത്തപ്പെട്ട റാലികൾ, ഇതെല്ലാം ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു എന്നുള്ളതാണ്. അലസന്മാരുടെ ലോകമല്ല പ്രാർത്ഥിച്ചത്. പിന്നെയോ വിശ്വാസം അർപ്പിച്ച ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ലോകത്തെ വിട്ടു കൊടുക്കരുത്. കാരണം നിങ്ങൾ അർപ്പിച്ച ഓരോ ജപമാല റാലികളും ദൈവത്തോട് ചോദിക്കാൻ അതൊരു ന്യായീകരണമാണ്, ഒരു നീതീകരണമാണത്. കാരണം പരിശുദ്ധ കന്യാമറിയം ഫാത്തിമയിൽ പറഞ്ഞ ദൗത്യം ഏറ്റെടുക്കാൻ ലോകത്തിൽ ആരും ഉണ്ടായില്ല. എന്നാൽ സ്പിരിറ്റ്സിൻ്റെ മക്കള് ധൈര്യപൂർവ്വം അതിനുവേണ്ടി നിലകൊണ്ടുകൊണ്ട് തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുന്നു, ജമാൽ ചൊല്ലിക്കൊണ്ട് എല്ലാ ആഴ്ചകളിലും. ഇത് നമുക്ക് ചോദിക്കാൻ അവകാശമായി. കർത്താവേ, അങ്ങയുടെ മക്കൾ അർപ്പിക്കുന്ന ഈ ജപമാലകളെല്ലാം യുദ്ധത്തിനെ യുദ്ധം എന്നുള്ള ജപമാലകൾ അങ്ങ് കണ്ടതാണ്. ഞങ്ങൾക്ക് ഉത്തരം വേണം ദൈവമേ. കർത്താവിൻ്റെ ഉത്തരവായിട്ട് കടന്നു പോകുന്നു. നിമിഷ നേരം കൊണ്ട് ആ യുദ്ധത്തെ പിടിച്ചു കെട്ടി. ഇസ്രായേൽ യുദ്ധം പിടിച്ചു കെട്ടി, ഒരു ലോകമായ യുദ്ധത്തെ പിടിച്ചു കെട്ടി. അവിടെ സ്പിരിറ്റ്സിന് അഭിമാനിക്കാം. ധൈര്യപൂർവ്വം എവിടെയും വിളിച്ചു പറയാം. നമ്മുടെ അഭിഷേകമാണ്, നമ്മുടെ പ്രാർത്ഥനകളാണ് ഇത് സാധ്യതമാക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ത്രീയായ കന്യാമറിയത്തിന്റെ ഇടപെടലാണ് ഇന്ന് ലോകത്തിൽ സമാധാനം കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ തന്നെ തലതോർക്കുമെന്ന ദൈവം കൊടുത്ത അധികാരവും വാഗ്ദാനവും പരിശുദ്ധ മറിയത്തിലൂടെ ഇന്ന് അത് സ്പിരിറ്റ്സ് ഏറ്റു പറഞ്ഞപ്പോൾ, ഇന്നും POC ബൈബിളിൽ, RS ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ അവൻ നിന്റെ തലതോർക്കുന്ന കിടക്കുമ്പോൾ അതല്ല, അത് തെറ്റാണ്. അവൾ നിന്റെ തലതോർക്കുന്ന സത്യം എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്ത് നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തെ നേടാൻ, ഈ ലോകത്തെ രക്ഷിക്കാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ വലിയ ദൗത്യം പരിശ്രമിക്ക് നന്ദി പറയാം. ഈ തിരുനാൾ ദിവസത്തിൽ സ്വർഗ്ഗരൂപതയെ പരിശുദ്ധ കന്യാമറിയം തൻ്റെ സർവ്വമഹത്തോടെ സർവ്വശക്തിയോടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വീണ്ടും ഈ ലോകത്തെ പണിതുയർത്തട്ടെ. പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ശാപത്തിൻ്റെ, പിശാചിൻ്റെ പിടിയിൽ നിന്ന് സകല ജനതകൾ സ്വതന്ത്രരാകട്ടെ. യുദ്ധങ്ങളിൽ നിന്ന്,
കലഹങ്ങളിൽ, കലാപങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങൾ, മഹാമാരികളിൽ നിന്ന്, പേമാരികളിൽ നിന്ന്, ജലപ്രളയങ്ങളിൽ നിന്ന്, ഭൂമി കുലുക്കത്തിൽ നിന്ന് ഈ ലോകം രക്ഷ പ്രാപിക്കണം. നശിപ്പിക്കപ്പെടാൻ പാടില്ല. പിശാചിന്റെ പദ്ധതികൾ തകർക്കാൻ വിശുദ്ധകന്യാമറിയം ലോകമെല്ലാം ഇറങ്ങി വരട്ടെ. സമറിയത്തിന്റെ ജ്ഞാനത്തിന്റെ അധികാരം, അഭിഷേകം സകല ജനതകളെ കീഴ്പ്പെടുത്തുമാറാകട്ടെ. ഈ ഭൂമിയെ കീഴ്പ്പെടുത്തട്ടെ, സമുദ്രത്തെ കീഴ്പ്പെടുത്തട്ടെ, നരകത്തെ കീഴ്പ്പെടുത്തട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ആരാധന, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം. പലതരം തലയിൽ വയ്ക്കാം, എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. പിതാവ് ദൈവപരിശുദ്ധ അമ്മ വഴി അയക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഗ്ലോറിതം നിറയുമാറാകട്ടെ. ഇവിടെ ആത്മാവിനെ ശക്തിപ്പെടുത്തട്ടെ. ഇവിടെ ആത്മാവിന് കരുത്തും ധൈര്യവും പ്രദാനം ചെയ്യട്ടെ. എല്ലാ അവിശ്വാസവും സംശയവും ഭയവും ഭീരുതകളും വിട്ടു പോകട്ടെ. സ്വതന്ത്രരാകട്ടെ, ശക്തരാകട്ടെ, കരുതരാകട്ടെ, ധീരരാകട്ടെ. ദാവീദിനെ പോലെ, ദാനിയേലിനെ പോലെ, സൂസനെ പോലെ, യൂത്തിനെ പോലെ, എസ്തറിനെ പോലെ നീ കരുത്തരാകട്ടെ, കരുതരാകട്ടെ, ശക്തരാകട്ടെ. യോശുവയെ പോലെ ശക്തനും ധീരനുമാകട്ടെ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി, സ്തോത്രം അങ്ങേക്കും മഹത്വം. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ ആധിപത്യവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് അധികാരവും ശക്തിയും ഭരണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിറവും നിയന്ത്രണവും എന്നും എപ്പോഴും ലോകത്തിലും ഉണ്ടാകുമാറാകട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വലിയ ആധിപത്യവും അധികാരവും ശക്തിയും സംരക്ഷണവും മധ്യസ്ഥവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ. പിതാവിന്റെ